ഏകദേശം 36 മണിക്കൂർ നീണ്ടൊരു ദൗത്യത്തിലും അന്വേഷണത്തിലും പരിശോധനയിലുമൊക്കെ ഒടുവിലാണ് കുറ്റവാളി ചെന്താമരനെ പോലീസ് പിടികൂടുന്നത്. പോത്തുണ്ടി മലമേഖലയിൽ നിന്നുമാണ്. ഒളിവിൽ കഴിയവെയാണ് പ്രതി ഇത്തരത്തിൽ പോലീസിന്റെ പിടിയിലാകുന്നത്. കൃത്യമായിട്ടുള്ള നിരീക്ഷണമായിരുന്നു പ്രതിയെ കണ്ടെത്തുന്ന ഒരു ഘട്ടത്തിൽ പോലീസ് അടക്കം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഡ്രോൺ പരിശോധന അടക്കം ഈ ഒരു സന്ദർഭത്തിൽ ഏർപ്പെടുത്തേണ്ട ഒരു ഘട്ടമുണ്ടായിരുന്നു. അത്തരത്തിൽ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണ രീതിയാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. സച്ചിൻ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. സച്ചിൻ, തിങ്കളാഴ്ചയോട് കൂടി ഇത്തരത്തിൽ കസ്റ്റഡി ആവശ്യപ്പെടും. അതിനുശേഷം നേരത്തെ എസ് രാവിലെ മാധ്യമങ്ങളെ കണ്ടൊരു ഘട്ടത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഇത്തരത്തിൽ കൊലപാതകം അത് പുനരാവിഷ്കരിക്കുമെന്നൊരു അത്തരത്തിലൊരു ഘട്ടത്തിലേക്കൊക്കെ തന്നെ നീങ്ങേണ്ടതായിട്ടുണ്ട്. തെളിവെടുപ്പ് അടക്കം ഇനി പ്രതിയുമായി നടത്തേണ്ടതുണ്ട്. സച്ചിൻ, തീർച്ചയായും ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ജഡ്ജി പ്രതിയോട് ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ കുറ്റകൃത്യം ചെയ്തത് ഒറ്റക്കാണ് എന്ന കാര്യമാണ് പ്രതി ജഡ്ജിയോട് പറഞ്ഞത്. തന്നെ 100 വർഷത്തോളം ശിക്ഷിക്കൂ എന്ന കാര്യവും ജഡ്ജിയോട് പ്രതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം ചെയ്തത്, ഈ കുറ്റകൃത്യം ചെയ്തത് താൻ ഒറ്റക്കാണ് എന്ന കാര്യമാണ് പ്രതി ചെന്താമര കോടതി മുൻപാകെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നിലവിൽ പരുക്കുകളൊന്നും ഇല്ല, ശാരീരികമായി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പ്രതി ജഡ്ജി മുൻപാകെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഈ മകൾ എൻജിനീയറാണ്, മകളുടെ ഭർത്താവ് പോലീസാണ്. അതിനാൽ തന്നെ മക്കളുടെ മുന്നിൽ ഈ എനിക്കിനി പോകാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതി കോടതി മുൻപാകെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചെന്താമരയെ 14 ദിവസത്തേക്കാണ് ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ജഡ്ജി ഇന്ദു ജൂഡനാണ് 14 ദിവസത്തേക്ക് ചെന്താമരയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം കൃത്യമായി എല്ലാവിധ പഴുതുകളും അടച്ച ഒരു റിമാൻഡ് റിപ്പോർട്ടാണ് പോലീസ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കാരണം അത്രയും വലിയ ഒരു ക്രൂരനായ കൊലപാതകിയാണ് ഈ ചെന്താമര എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെന്താമരയുടെ കൊടും കുറ്റവാളിയുടെ മനസ്സാണ് ചെന്താമരക്ക്. അതിനാൽ തന്നെ കോടതി യാതൊരുവിധ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് യാതൊരുവിധ ഇളവുകളോ മറ്റോ അനുവദിക്കാൻ പാടില്ല എന്ന കാര്യങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. ഇനി തിങ്കളാഴ്ചയോടുകൂടി പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടും. കൃത്യമായിട്ടുള്ള തെളിവെടുപ്പടക്കം ചോദ്യം ചെയ്യലടക്കമുള്ള ഘട്ടത്തിലേക്കാണ് ഇനിയിപ്പോൾ അന്വേഷണം നീങ്ങുക. ഏകദേശം ഒരു 36 മണിക്കൂർ നീണ്ട കൃത്യമായ അന്വേഷണത്തിലൂടെയും പരിശോധനയിലൂടെയുമാണ് കുറ്റവാളി ചെന്താമരനെ പോലീസ് പിടികൂടുന്ന ഘട്ടമുണ്ടായത്. പോത്തുണ്ടി മലമേഖലയിൽ ഒളിവിൽ കഴിയുകയാണ് പ്രതി ഇത്തരത്തിൽ പിടിയിലാകുന്നത്. ഭക്ഷണം കഴിക്കാനായി പുറത്തിറങ്ങിയ ഒരു ഘട്ടത്തിലാണ് പോലീസിന്റെ പിടിയിലാകുന്നത് എന്നൊരു കാര്യം കൂടിയുണ്ട്. രാവിലെ പോലീസ് മേധാവി അജിത് കുമാർ അടക്കം വ്യക്തമാക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ചെന്താമരനെ ഭാര്യ വിട്ടുപോയത് സുധാകരന്റെ കുടുംബമാണെന്ന് കരുതിയാണ് പ്രതി ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി ഉണ്ടായ പരസ്പര വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ രാവിലെ വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും കൃത്യമായ ആസൂത്രണമാണ് ഈ ഒരു കൊലപാതകം നടത്തുന്നതിൽ ചെന്താമര നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുതന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ഇന്ന് മാധ്യമങ്ങളെ കണ്ടൊരു ഘട്ടത്തിൽ പറയുകയുണ്ടായത്. ഏറ്റവും പുതിയതായി ലഭിക്കുന്നത് നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത്. ഇപ്പോൾ പ്രതിയെ ആലത്തൂർ സബ് ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ളൊരു സുരക്ഷയൊക്കെ തന്നെയാണ് കോടതി പരിസരത്തടക്കം ഏർപ്പെടുത്തിയത്. ഇന്നലെ നെന്മാറയിൽ വെച്ച് തന്നെ വലിയൊരു സംഘർഷമടക്കം ഉണ്ടാകുന്നൊരു സാഹചര്യം, വലിയ ജനരോക്ഷമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ കോടതി പരിസരത്തടക്കം കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പ്രതിയെ കാണാനായി തന്നെ വലിയൊരു ജനക്കൂട്ടമൊക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയൊരു ജനരോക്ഷമൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതെ കൃത്യമായി തന്നെ പോലീസിന്റെ സുരക്ഷയിലാണ് പ്രതിയെ ഇത്തരത്തിൽ കോടതിയിലേക്ക് എത്തിച്ചത്. എന്തായാലും 14 ദിവസത്തേക്കാണ് പ്രതിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്.